എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളകിട്ട മീൻകറിയാണ്. മത്തി അല്ലെങ്കിൽ ചാളയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു 6-7 ചെറിയുള്ളി എടുത്തു വയ്ക്കാം. 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് ഇടിച്ചെടുക്കുക. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം ഇടിച്ചെടുക്കുക. നേരത്തെ എടുത്തതിൻ്റെ പകുതി ഭാഗം ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറുതായിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി എടുത്ത് വയ്ക്കാം. അത്യാവശ്യം നന്നായി പഴുത്ത 2 തക്കാളി എടുക്കാം. തക്കാളി കഴുകി ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ തക്കാളി അടിച്ചെടുക്കാം. ഈ ഒരു കറി തയ്യാറാക്കാൻ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തിക്ക് പകരം ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അത്യാവശ്യം കഴമ്പുള്ള ചൂര, നെയ്മീൻ പോലുള്ള മീൻ എടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരിക്കും. അപ്പം ചാള നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടണമെന്നില്ല. മീൻകറി തയ്യാറാക്കുന്ന ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചെടുത്തത് ചേർക്കാം. 2-3 പച്ചമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം. 2 എണ്ണമൊക്കെ പാകമായിരിക്കും. ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി അതിൽ നിന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കാം. ഇത് ചേർക്കുന്നത് ഒഴിവാക്കരുത്. ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവ് കുറവായിരിക്കും. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും മുളക് പൊടിയും കൂടി എരിവ് കൂടിപ്പോവും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് നല്ലപോലെ പച്ചമണം എല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ മാത്രം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു തക്കാളി എല്ലാം വഴണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 2 കഷ്ണം കൊടംപുളി ചേർത്ത് കൊടുക്കാം. കൊടംപുളിക്ക് പകരം വാളംപുളിയും ചേർക്കാം. 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. രണ്ടും ഓക്കെയാണ്. കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ ആ ഒരു പുളി വളരെ പെട്ടെന്ന് തന്നെ
അലിഞ്ഞ് കിട്ടും. അപ്പോൾ ചൂടുവെള്ളത്തിലാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ചാറ് കുറവാണെന്ന് തോന്നിയാൽ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നിങ്ങളുടെ ആവശ്യാനുസരണം ചാറ് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നന്നായി തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് നല്ലതുപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഓരോ മീനും അങ്ങ് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഒരു 2 മിനിറ്റ് കൂടി വെക്കാം. അതിനുശേഷം തീ കുറച്ച് ചെറിയ തീയിലാക്കി ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം കറി നന്നായി കുറുകി വരും. ഓരോരുത്തരുടെ ചാറിനനുസരിച്ച് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് മാത്രം ഇത് കുറുക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, കപ്പയുടെ കൂടെ കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തനി നാടൻ കേരള വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.